ഉസ്താദെ, ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. നിന്റെ സംശയം ഇതൊരു തീർന്നില്ലേ ദസ്തക്കാരെ? ഈമാൻ കുറയുന്നതിന്റെ ലക്ഷണമാണ് ഈ സംശയം. അതല്ല ഉസ്താദെ, ഒരാള് ഫ്രീ ആയിട്ട് കുറച്ച് ഫർണിച്ചർ തന്നു, നമ്മളത് വേറെ ആൾക്ക് ആദായ പൈസക്ക് കൊടുത്ത്. അതിന് അത് ഹക്കായിട്ടുള്ളൊരു ഏർപ്പാടാണോ എന്നാണ്. രണ്ടുപേരെ ഞാൻ പറ്റിച്ചു എന്നൊരു സംശയം. തന്ന ആളത് ഫ്രീ ആയിട്ട് തന്ന്, വാങ്ങിയാക്കത് ആദായത്തിൽ കിട്ടി. അതിനെന്താണ് ചീറ്റിങ്? ഹക്കാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള തിരിമറിയല്ലേ ദസ്തക്കീറെ? താങ്ക് യു. ഇപ്പഴാ ഉസ്താദ് ഒന്ന് ആശ്വാസമായത്. ഉസ്താദ് ഞാൻ എപ്പോഴാണ് ദുബായിക്ക്? അടുത്ത ആഴ്ച കുവൈറ്റ്, അതിന്റെ പിന്നത്തെ ആഴ്ച ഖത്തർ. വരുന്ന മാസം ഫസ്റ്റത്തെ ആഴ്ച ഞാൻ ദുബായിക്ക് വരുന്നുണ്ട്. ഒരു ഹോട്ടൽ ഉദ്ഘാടനം ഞാൻ വിളിക്കാം. നിന്റെ കച്ചവടം എങ്ങനെയുണ്ട്? സ്ലോ ആയ ഉസ്താദെ, മോശമാണ്. പേടിക്കണ്ട മോനെ, ഉസ്താദ് കേട്ടാ, കച്ചവടം ഉഷാറായിക്കൊള്ളും. ശരി ഉസ്താദെ. ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ തന്നെ ഫുൾ ചാർജ് ആവും. ഹലോ, ഞാനൊരു മൊബൈലിന്റെ മോഡലേ വാട്സാപ്പിലേക്ക് അയക്കാം. അതൊരെണ്ണം വാങ്ങിച്ചു വെച്ചേക്ക്. അടുത്ത ആഴ്ച പെങ്ങളുടെ മോൻ അൻസാർ നാട്ടിലേക്ക് വരുന്നുണ്ട്. അവന്റെ അടുത്ത് കൊടുത്തു വിട്ടാ മതി കേട്ടാ. ശരി ഉസ്താദ്. ഓഫാക്ക്. ദുബായിന്നാ ദസ്തക്കീർ. ആ ചാർജായി കിട്ടിയതെല്ലാം പോയി കിട്ടി. ശരിക്കല്ലേ? മോർണിംഗ്. അത്ര നല്ല ഗുഡ് മോർണിംഗ് അല്ല. ഈ നക്ഷത്രമല്ലേ കണിയേണ്ടത്? ഇതിന് ഞാൻ ഒന്ന് കൊല്ലും. അതാ പാവം സുലേഖയുടെ പൂച്ചല്ലേ. ആരാ പാവം? അവളോ ഈ പൂച്ചയെ? രണ്ടുപേരും. മക്കളിട്ടാ? ഇല്ല. മോളെ എനിക്ക് ഈ ഹെഡ്സെറ്റ് ഗുഡ് മോർണിംഗ്. ദോഷണോ? പിന്നെ ഇന്നലെ രാത്രി നീ കക്കാൻ പോയാ? ഇപ്പഴാണ് ഹോംവർക്ക് ചെയ്യണ? തിന്ന്. എവിടെ രാജകുമാരി? എവിടെ? കൊള്ളാം, നന്നായിട്ടുണ്ട്. പോയി ഒന്നും മറക്കണ്ട കേട്ടോ. മുടി കോളെടുക്കാൻ കേട്ടോ. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചേ? ദോശ. അവിടെ എന്നും ദോശയാണോ ഉണ്ടായി തരുന്നേ? അസീമേ, നീ ഇന്ന് പല്ല് തേച്ചിനാ? ഉമ്മച്ചന് സത്യം പല്ല് തേച്ചിന് ഇന്നലെ. അല്ല രൂപ, നിന്റെ അടുത്ത് എത്ര തവണ ഞാൻ പറഞ്ഞതാ സ്കൂളിൽ പോകുമ്പോ കണ്ണ് എഴുതരുതെന്ന്? അത് പോയി മാച്ചാളി. എന്റെ ഫ്രണ്ട്സ് ഒക്കെ കണ്ണെഴുതുന്നുണ്ട് ഉമ്മച്ചി. ഫ്രണ്ട്സ് എഴുതട്ടെ, നീ വേണ്ട. നീ എന്റെ മേക്കപ്പ് സെറ്റ് എടുത്തു അല്ലേ? നീ സ്കൂളിൽ എന്തിനാ പോന്നേ? ബ്യൂട്ടി കോൺടെസ്റ്റിനോ അതോ പഠിക്കാനോ? അത് ഉമ്മച്ചി ഞാൻ മോറ് പോയി കഴുകിയേ. ചെല്. ഐ സെഡ് ഗോ വാഷ് യുവർ ഫേസ്. ഉമ്മച്ചി ഒന്നിനും സമ്മതിക്കൂല. കിട്ടിയല്ലോ. നിങ്ങളുടെ വാപ്പയില്ലേ, നിങ്ങളടുത്ത് ഒന്നും പറയാത്തതാ പ്രശ്നം.
എടിയുണ്ട് ദേ ഉമ്മച്ചി വീട് എങ്ങനെയാ നോക്കിയതെന്ന് ഇപ്പം മനസ്സിലായി കാണും നിങ്ങളുടെ തന്തപ്പടിക്ക്. കണ്ണുണ്ട് അല്ലാണ്ട് എങ്ങനെ നോക്കാൻ? പോയോ? ഹലോ എങ്ങോട്ടാ പ്ലേറ്റുമായിട്ട്? പറയൂല. അല്ല രസക്കര നീ പ്ലേറ്റുമായിട്ട് എങ്ങോട്ട് പോകണം? അയ്യോ എന്താ ശബ്ദം? ഉമ്മച്ചിന്റെ പൂച്ചാന്നാ തോന്നുന്നേ. പൂച്ചയാണോ? ആ പൂച്ചക്ക് ഫുഡ് കൊടുക്കാൻ മറക്കരുതേ. ആ ശരി ശരി. സ്കൂളിൽ പോകാൻ ലേറ്റായി. വെക്കട്ടെ ഉമ്മച്ചി? ആ ശരി. വൈകുന്നേരം സംസാരിക്കാം അപ്പോ. ആ ടാറ്റ. ടാറ്റ. അയ്യോ ഇവിടെ, പൂജ ഇവിടെ. എന്താ? മോൻ അയ്യോ പ്ലേറ്റ് ഒട്ടിച്ച്. സുഖമല്ലേ ചന്ദ്രേട്ടാ? പിന്നെ എനിക്ക് നല്ല സുഖം. ഇത് വെച്ചിട്ടാ ആ. നിങ്ങക്ക് സുഖമല്ലേ? എന്തൊരാശ്വാസം. ഇത്ത മേക്കപ്പ് ഇല്ലാത്തപ്പളാ അന്നെ കാണാൻ ഭംഗി. അതാ ഞാൻ പറഞ്ഞ അഫ്ഗാനിന്റെ പെറ്റ് ഷോപ്പ്. ഈ ആക്കിക്കട വല്ല സിറ്റിയിൽ വിട്ടുവിടായിരുന്നു. ഈ ഒഴിഞ്ഞ സ്ഥലത്ത് എന്ത് കച്ചവടം കിട്ടാനാ? ബൈ വാപ്പച്ചി. ടാറ്റാ. ടാറ്റാ. ആ, ഹാവ് ഒരു ദിവസത്തെ പകുതി ലോഡ് അങ്ങോട്ട് ഇറക്കി കിട്ടി. ഇത് നിങ്ങളായിട്ടുണ്ടാക്കിയ ലോഡല്ലേ? എന്താ പറഞ്ഞ? ഇതാണ് കുഴപ്പം. നിങ്ങളുടെ ഈ ഒടുക്കത്തെ ദേഷ്യം കാരണമാണ് ആ പെൺകുട്ടി ഇട്ടിട്ട് പോയത്. ഞാൻ ഒരു ചവിട്ടോണ്ടിരുന്നെങ്കിലേ നിങ്ങൾ ആലുവ മനപ്പുറത്ത് പോയി കിടക്കും. ചിരിക്കണോ? അതെന്തായാലും നന്നായി. എനിക്ക് അങ്ങോട്ടുള്ള വണ്ടിക്കൂലി ലാഭിക്കാമല്ലോ. ഞാൻ അവിടെ നിന്ന് എന്റെ വീട്ടിൽ പോയി ഭാര്യനെ മക്കളെയൊക്കെ കണ്ടിട്ട് അടുത്ത ഫ്ലൈറ്റിന് തന്നെ തിരിച്ചു പോരും. أسفين مدام. شو اسفين بابا؟ لا أنا غلطان. هذا السوبر ماركت مرة ثانية ما في سوي. لا لا ما يكلمك والله. ما بيريد انا. എന്താ? والله. اذا انت ما تعرف شيء في السوبر ماركت دور لك شغل ثاني. വാട്ട് ഹാപ്പൻ മാഡം? I order vanilla ice cream, you send me chocolate ice cream. I order tea, you give me coffee. يا حمار أنا ما ولد عندك صغير عشان تلعب معي. أنا راح أشتكي عليك البلدية عشان يسكروا لك المحل. സോറി മാഡം, അവർ മിസ്റ്റേക്ക്. ഐ സെൻഡ് യു എവറിത്തിങ് യു ഓർഡർ. സോറി മാഡം. മാസലാം. മാഫി. ഏത് ഹറാമിയുടെ അൽമൻസിൽ സാധനം കൂടി കൊടുത്തത്? ഓർഡർ എടുത്ത ഓനാ പച്ച, പക്ഷെ കൊണ്ടുകൊടുത്ത ഞാനാ. ഫോൺ എടുത്തവൻ കൊടുത്തത് ഇപ്പൊ കിട്ടിയിരിക്കല്ലേ? മര്യാദക്ക് അവർ സാധനം കറക്റ്റ് ആയിട്ട് കൊടുത്തോ. അവർക്ക് പൈസ മേടിക്കണ്ട. കേട്ടില്ലേ? മനസ്സിലായാ? അത് നിങ്ങൾ രണ്ടുപേരും ശമ്പളത്തിന് കട്ട്, സാലറി കട്ട്. മനസ്സിലായാ? समझ गया सब. സമജിക്കയ്യ.